നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജെറമിയ 33:26. ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സെഹിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാലച്ചൻ ആത്മീയ കൂട്ടായ്മയിൽ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ വായിച്ചു കേട്ട വചനം ജെറമിയ പ്രവചനത്തിൽ നിന്നാണ്. 33-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാം തിരുലിഖിതം. കർത്താവ് വെളിപ്പെടുന്നത് എങ്ങനെയാണ്? ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഐശ്വര്യമില്ലാതെ പോയ ജീവിതങ്ങളിൽ ദൈവം വീണ്ടും ഐശ്വര്യം നൽകും. കരുണ വറ്റിപ്പോയ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കരുണ വീണ്ടും നിറയും എന്ന വചനം വെളിപ്പെടുത്തുകയാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഒരുപക്ഷെ പാപം നമ്മുടെ ജീവിതത്തിലുള്ള ഐശ്വര്യം കെടുത്തിക്കളയാം. നമ്മുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയില്ലായ്മ നമ്മുടെ ഐശ്വര്യം കെടുത്തിക്കളയാം. ഒരുപാട് മേഖലയിൽ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകാം. എന്നാൽ ദൈവം വീണ്ടും ഐശ്വര്യം നൽകും, വീണ്ടും കരുണ ചൊരിയും. അങ്ങനെയുള്ളൊരു അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്നെ ജോസഫ് നെല്ലിക്കാനം ജല്ലിപ്പാറ. ജല്ലിപ്പാറ എന്ന് പറഞ്ഞ അട്ടപ്പാടിയിൽ തന്നെയുള്ള സഹോദരനാണ് ജോസഫ് ചേട്ടൻ. ജോസഫിന് എന്താ അനുഭവം ഉണ്ടായ പറഞ്ഞോ? എനിക്ക് വീടി വലിയായിരുന്നു ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത്. 5 കെട്ട് വീടി ഒരു ദിവസം ഞാൻ വലിക്കുമായിരുന്നു. എൻ്റെ ദൈവമേ, 5 കെട്ട് ബീഡി ദിവസം വലിക്കും. ഇത് എത്ര വർഷമായിട്ട് എങ്ങനെ ബുദ്ധിമുട്ടുണ്ട്? ഒരു 40 വർഷത്തിൽ പഴക്കമുള്ള വീടി വലിയാണ് എൻ്റെ. 40 വർഷമായുള്ള ബുദ്ധിമുട്ടാണ്. അങ്ങനെ 5 കെട്ട് വീടി വെച്ച് ഇവിടെ ഒരു ധ്യാനം വന്ന് കൂടാനായിട്ട് സാധിച്ചു. ധ്യാനത്തിന് എന്നാ ധ്യാനത്തിന് വന്നത്? എത്ര വർഷം മുമ്പാ? 6 വർഷത്തോളമായി. 6 വർഷം മുമ്പ് സഹോദരങ്ങളെ ഒരു വട്ടായത്തിന്റെ ധ്യാനത്തിൽ കൂടെ സംബന്ധിച്ചു. അപ്പോൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ പറഞ്ഞു, അല്ല എന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ബീഡിയായിട്ടാണോ വന്നത്? ബീഡിയായിട്ടാണ്. 5 കെട്ട് ബീഡി പൊതിഞ്ഞ് കെട്ടി എടുത്തോണ്ട് പോകുന്നു. അത് വലിക്കാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞ് കെട്ടി സൂക്ഷിച്ച് ഭദ്രമായിട്ട് ബാഗിൽ വെച്ച് ധ്യാനത്തെ വരുമ്പോൾ 5 കെട്ട് ഇനി അച്ഛന്മാരെ കണ്ടാതെ എടുത്ത് മാറ്റാതെ കണ്ടിട്ട് അത് രഹസ്യത്തെ ബാഗുകളിൽ ഒളിപ്പിച്ച് ഈ ചേട്ടൻ വന്ന് അവിടെ നിന്ന് ഈ ബാഗിൽ വെച്ചതല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് ഒരു ബീഡി പോലും വലിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ട് വലിച്ചിട്ടുമില്ല. 2 ദിവസം ഞാനിവിടെ കുടിക്കുമ്പോൾ ധ്യാനം കോരിട്ട് ഇത് ബീഡി എടുക്കാൻ പറഞ്ഞ സമയമില്ല, ഓർമ്മ പോലെ അങ്ങോട്ട് പോയി ബീഡി എടുക്കുന്ന കാര്യം. അപ്പോൾ കൗൺസിലിംഗ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബീഡി ഇങ്ങനെ കയ്യിലില്ലെന്ന് വെച്ചു, ഉണ്ടെന്ന് പറഞ്ഞു. പോയി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. പോയി എടുത്തോണ്ടെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ഇത് പൊടിച്ചിട്ട് ദൂരെ കൊണ്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു. അത് കൗൺസിലിംഗ് ചേട്ടൻ ചെന്നപ്പോൾ കൗൺസിലർ പ്രാർത്ഥിച്ച് പറഞ്ഞു, ചേട്ടാ ബാഗിൽ ചേട്ടൻ രഹസ്യത്തിൽ ഒരു ബീഡി പൊതി ഒളിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഈ ചേട്ടൻ നല്ല ചേട്ടൻ വേഗം പോയി എടുത്തോളൂ, അത് പൊടിച്ച് അവിടെ പാത്രത്തിൽ കളയാൻ പറഞ്ഞു. അത് കളഞ്ഞു. എന്നിട്ട് ബീഡി വലി ഉപേക്ഷിക്കാൻ ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്, എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് നിർത്താൻ ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, തലയിൽ കല്ല് വെച്ച് എന്നെ പ്രത്യേകിച്ച് എനിക്ക് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ചോദിച്ചു വേറെ എന്നാ ചെയ്യുന്നത്? അപ്പം ഞാൻ ബീഡി വലിക്കും, സിഗരറ്റ് വലിക്കും, ഇടയ്ക്ക് കഞ്ചാവ് വലിക്കും, അതിനിടയ്ക്ക് മറ്റുള്ള ചാരായങ്ങൾ കുടിക്കും, ഇങ്ങനെയെല്ലാം ചെയ്യുമായിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് അടിച്ച് പ്രാർത്ഥിച്ചു. തലയിൽ വെള്ളം ഒഴിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആനാം വെള്ളം ഒഴിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് വിട്ടുപോയി കിട്ടാൻ വേണ്ടിയിട്ട് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പൊയ്ക്കോളും, ചേട്ടൻ ഇത് ഉപയോഗിക്കണ്ടെന്നോ? ശരി ആയിക്കോട്ടെ. പിന്നെ എനിക്കൊരു അലർജിയുടെ രോഗമുണ്ടായിരുന്നു, കാലിൻ്റെ മുട്ട്. മാറി. അത് പിന്നെ ഇന്ന് വരെ ഒരു ബീഡി വലിക്കുകയോ ചാരായം കുടിക്കുകയോ കഞ്ചാവ് വലിക്കുകയോ യാതൊരു ഞാൻ ഒഴിവാക്കി കളഞ്ഞു. അലർജി എന്തായിരുന്നു? അലർജി മുട്ടിന് താഴോട്ട് പൊട്ടി ഒരിച്ച് ഇറങ്ങിപ്പോകാം, എനിക്ക് വരണമാകുക.
മുട്ടിന് താഴോട്ട് പൊട്ടി ഒലിച്ച് വ്രണമാകുക. വ്രണമായിരിക്കുകയാണ്. ഇവിടെ ധ്യാനത്തിൽ വരുമ്പോൾ അങ്ങനെയായിരുന്നു. എത്ര നാളായിട്ട് അലർജി ഉണ്ടായിരുന്നു? 8-9 കൊല്ലത്തോളം. 8-9 വർഷമായിട്ട് കാലിൽ മുട്ടിന് താഴേക്ക് പൊട്ടി ചൊറിഞ്ഞ് ചോര ഒലിച്ചിറങ്ങി പോകുമായിരുന്നു. അതും അതുപോലെ പല ചികിത്സകളും പല സ്ഥലത്തും. ശരിക്കും ചൊറിച്ചിൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ്? ചൊറിച്ചിലുണ്ടായിരുന്നു, എപ്പോഴും ചൊറിച്ചിലായിരുന്നു. ആ ചൊറിച്ചിലും ഇങ്ങനെ പൊട്ടി ഒഴിക്കുന്ന രോഗവും പരിപൂർണമായിട്ട് ആ ധ്യാനത്തോടു കൂടി അലർജി മാറി 10-40 വർഷങ്ങളുടെ ബ്യൂട്ടി വലയും മാറി കർത്താവ് അങ്ങനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവാണ് വിടുതൽ നൽകുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഉയർത്തി അടിച്ച് പാട്ട് പാടി ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ മദ്യപാനം മൂലം, കഞ്ചാവ് മൂലം, പുകവലി മൂലം, ഒരുപാട് രോഗപീഠകൾ മൂലം ഐശ്വര്യം നഷ്ടപ്പെട്ട ഈ ജീവിതത്തിന് കർത്താവ് വീണ്ടും ഐശ്വര്യം കൊടുത്തു. കർത്താവ് വീണ്ടും കരുണ കൊടുത്ത് അനുഗ്രഹിച്ചു. ദാസനെ വീണ്ടും അഭിഷേകം ചെയ്ത് ഉയർത്തി. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയാം. സാധിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങൾ ഐശ്വര്യം പറ്റിപ്പോയി ഓരോ മേഖലകളിലും അവിടുന്ന് ഇടപെടണമേ, അവിടുന്ന് അടുത്ത് വന്ന് സ്പർശിക്കണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവായ യേശുവേ, നാളുകളായി കർത്താവെ ആത്മീയ ജീവിതം കെട്ടപ്പെട്ട് പല തരത്തിലുള്ള പീഡകളെ കുടുങ്ങിക്കിടക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഓ ദൈവമേ, ആത്മീയ ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ ഭൗതികമായിട്ട് അനുഗ്രഹം പ്രാപിച്ചെന്ന് അവിടുന്ന് വചനത്തിനോട് വെളിപ്പെടുത്തുന്നുണ്ടല്ലോ കർത്താവെ. ആ ദാസന വചനം കേട്ടപ്പോൾ അവിടുന്ന് പ്രവർത്തിച്ചല്ലോ. ഓ ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദാസന്മാരുടെ മേലും അവിടുന്ന് വലിയ ഐശ്വര്യം നൽകണമേ, അവിടുന്ന് വലിയ അഭിഷേകം കൊണ്ട് നടക്കണമേ, വലിയ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനം, പുകവലി, ജടിക പാപങ്ങൾ, പലതരത്തിലുള്ള പൈസാധിപതി കുടുംബങ്ങൾ കിടക്കുന്ന ഓരോ കുടുംബങ്ങളും വംശങ്ങളും പാരമ്പര്യങ്ങളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപ കൊണ്ട് നിറയട്ടെ, വലിയ കൃപ കൊണ്ട് നിറയട്ടെ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശ, ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്നുള്ള ചിന്ത, കുറ്റബോധം, പീഡകൾ യേശു നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഓ കർത്താവ്, ദാസന്മാരുടെ മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, വലിയ വചനത്തിന് നിറവോധന ഞങ്ങൾ നിറയ്ക്കണമേ. ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. കർത്താവേ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ കോപ്പി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് മാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥാനങ്ങളിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നിനക്ക് നിക്ഷേപമുണ്ടോ? ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഓഹരി നിക്ഷേപം തുടങ്ങി ഒരുപാട് തരത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ വെമ്പൽ കൊടുക്കുന്ന കാലഘട്ടത്തിലാണ്. എവിടെ നിക്ഷേപിച്ചാലാണ് കൂടുതൽ ലാഭം ഉണ്ടാകുന്നത്, ഏതിനെയാണ് വിശ്വസിക്കാൻ പറ്റണത് എന്ന് പറഞ്ഞ് ഒരുപാട് തരത്തിൽ മനുഷ്യൻ തങ്ങളുടെ നിക്ഷേപം കൂട്ടാൻ പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കല്യാണാലോചന വരുമ്പോൾ എത്ര നിക്ഷേപം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. വിദേശ രാജ്യത്തേക്ക് ഒരു വിസ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ബാങ്കിൽ എത്ര നിക്ഷേപം ഉണ്ടെന്നാണ് നോക്കുന്നത്.
ഒരു ജോലി വഴി ഭാവിയിൽ എത്രമാത്രം നിക്ഷേപം സംഭരിക്കാൻ പറ്റും എന്ന് നോക്കിയിട്ടാണ് ചില കാര്യങ്ങൾ, ചില ഉടമ്പടികൾ പോലും ചിലർ ഏർപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദൈവം നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിനക്ക് എന്തെങ്കിലും ഒരു നിക്ഷേപം ഉണ്ടോ? അവർക്ക് പറയാം ഹല്ലേലൂയ. ഈ ദൈവം ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഭൗതിക ലോകം, ഈ ലോകം നിക്ഷേപിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പിന്നെ എന്തിനെക്കുറിച്ചാണിത്? നമ്മളിത് തിരുവചനങ്ങളുടെ കടന്നു പോവുകയാണ് സഹോദരങ്ങളെ. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിലാണ് ഇത് വായിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൻ്റെ 43 മുതൽ 45 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാങ്ങ വിതച്ചാൽ തേങ്ങ കൊയ്യാൻ പറ്റില്ല, ഗോതമ്പ് വിതച്ചാൽ നെല്ല് കൊയ്യാൻ പറ്റില്ല. എന്താണോ നിക്ഷേപിച്ചിരിക്കുന്നത്, എന്താണോ വിതച്ചിരിക്കുന്നത്, അതേ കൊയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് നിൻ്റെ ഹൃദയത്തിൽ ചില നിക്ഷേപങ്ങൾ ഉണ്ടായിരിക്കണം ദൈവം ആഗ്രഹിക്കുകയാണ്. നിൻ്റെ ഹൃദയത്തിൽ തിന്മയാണ് നിക്ഷേപിച്ചിരിക്കുന്നതെങ്കിൽ അതിനകത്ത് നന്മ ഉണ്ടാകാൻ സാധ്യതയില്ല. നിൻ്റെ ഹൃദയത്തിൽ നന്മയാണ് നിക്ഷേപിച്ചിരിക്കുന്നതെങ്കിൽ അതിനകത്ത് തിന്മയുണ്ടാകാനും സാധ്യതയില്ല. നിക്ഷേപത്തിനനുസരിച്ച് ഫലം പുറപ്പെടുവിക്കുന്ന വചനം വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇതേ കാര്യം തന്നെ കുറച്ചുകൂടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് മത്തായി സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലാണ്. മത്തായി സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 33 മുതൽ 35 വരെയുള്ള തിരുലിഖിതങ്ങൾ മറ്റൊരു വാക്യത്തിലൂടെ ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ മനസ്സിലാക്കാം. അണലി സന്തതികളെ, ദുഷ്ടരായിരിക്കാൻ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിൻ്റെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ്, ഹൃദയത്തിൻ്റെ നിക്ഷേപത്തിൽ നിന്നാണ് നിൻ്റെ അധരങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വചനം വെളിപ്പെടുത്തുകയാണ്. ഹൃദയത്തെ ഒരു ഭണ്ഡാരത്തോട് ഓമിച്ചിരിക്കുകയാണ്. ഒരു ഭണ്ഡാരത്തിൽ ഒരു വ്യക്തി കൊണ്ടുവന്ന് സ്വർണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സ്വർണ്ണമാണ് ഉണ്ടാകുക. ക്യാഷാണ് നിക്ഷേപിക്കുന്നത്, ക്യാഷാണ് ഉണ്ടാകുക. ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഒരു ഭണ്ഡാരം വെച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും നിക്ഷേപിക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിക്ഷേപിച്ചെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ വന്ന് നോക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും നന്മ ചെയ്യാനായിട്ട് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിൻ്റെ ഹൃദയത്തിൽ നിനക്ക് ഇത്തിരി നിക്ഷേപം വേണം. ബാങ്കിൽ നിക്ഷേപം നല്ലത്, ഓഹരി നിക്ഷേപം നല്ലത്, എല്ലാം നല്ലത്. എന്നാൽ നിൻ്റെ ഹൃദയത്തിൽ അല്പം നിക്ഷേപം ഉണ്ടായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഒരു കാര്യം തിരിച്ചറിയണം. ഹൃദയത്തിൽ നിക്ഷേപങ്ങൾ നൽകാൻ ദൈവത്തിനും സാത്താനും കഴിയും. ഇത് നീ തിരിച്ചറിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം എന്തൊക്കെയാണ് ഹൃദയത്തിൽ നിക്ഷേപിക്കുന്നത്? ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ വളരെ അത്ഭുതത്തോടെ കാര്യം മനസ്സിലാക്കി. ഒരുപാട് കാര്യം ദൈവം കൊണ്ടുവന്നിട്ട് നമ്മൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്ന പോലെ ദൈവം നിക്ഷേപിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് ദൈവം നിക്ഷേപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ആദ്യമായിട്ട് ദൈവം നിക്ഷേപിക്കുമെന്ന് പറഞ്ഞൊരു സംഗതിയാണ് ആനന്ദം. അത് നമ്മൾ വായിക്കുന്നത് സങ്കീർത്തനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാം തിരുലിഖിതത്തിലാണ്. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായിരുന്നതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. സങ്കീർത്തനം പറയാണ്, ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ഭൗതിക മണ്ഡലത്തിലുള്ള ഒരുപാട് സമൃദ്ധിയേക്കാൾ വലിയ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട്, അവർക്ക് എപ്പോഴും ആനന്ദമാണ്. ഇപ്പം ഞാനിവിടെ വട്ടാരച്ചനോട് ജീവിക്കുമ്പോൾ എൻ്റെ വട്ടാരച്ചൻ എപ്പോഴും സന്തോഷമാണ്, ഒരു ആനന്ദമാണ്. അങ്ങനെ എത്രയോ മനുഷ്യർ ഞാൻ ചില വീട്ടിലൊക്കെ ചിലപ്പോൾ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ദിവസം മുഴുവൻ കരയാനുള്ള നേരം ഉണ്ടാവുള്ളൂ, പക്ഷേ അവർക്ക് എപ്പോഴും ആനന്ദമാണ്.
എന്താ കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ദൈവം അവരുടെ ഹൃദയത്തിൽ ഈ ആനന്ദം എന്ന് പറയുന്ന സംഗതി ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ, കടബാധ്യതകളിലൂടെ, തകർച്ചകളിലൂടെ, രോഗങ്ങളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ, അപവാദങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവർക്ക് വിഷയമില്ല. എന്തെന്നാൽ ദൈവം അവരുടെ ഹൃദയത്തിൽ ആനന്ദം നിക്ഷേപിച്ചിരിക്കുകയാണ്. ദൈവം ആനന്ദം നിക്ഷേപിച്ച് അവിടുന്ന് കണ്ണുനീരുണ്ടാവില്ല. ദൈവാനന്ദം നിക്ഷേപിച്ചാൽ അവിടുന്ന് കരച്ചിലുണ്ടാവില്ല. ദൈവ ആനന്ദം നിക്ഷേപിക്കുമ്പോൾ ആത്മഹത്യ ഉണ്ടാവില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന് നിക്ഷേപിക്കാൻ നീ സമയം കൊടുക്കണം, അവസരം കൊടുക്കണം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. വചനത്തെ പുതിയ നിയമത്തിൽ നമ്മൾ കേട്ടു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മ നിക്ഷേപിച്ചാൽ നന്മയുടെ ഫലങ്ങൾ ഉണ്ടാകുള്ളൂ, തിന്മ നിക്ഷേപിച്ചാൽ തിന്മയുടെ ഫലം ഉണ്ടാകുള്ളൂ. നന്മ നിക്ഷേപിച്ചാൽ പിന്നെ, ആനന്ദം നിക്ഷേപിച്ചാൽ പിന്നെ വേറൊന്നില്ല. വീണ്ടും ദൈവം ബൈബിളിൽ എന്താ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയാണ് ഭക്തി ദൈവം നിക്ഷേപിക്കും. അത് നമ്മൾ വായിക്കുന്നത് ജെറമ്യ 32:40 ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും, അവർക്ക് നന്മ ചെയ്യുന്ന ഞാൻ പിന്തിരിയുകയില്ല, അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. എന്തൊരു അത്ഭുതകരമായ വചനമാണ് സഹോദരങ്ങളെ. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ചില മനുഷ്യരെ കാണുമ്പോൾ അവർക്ക് എപ്പോഴും ഭയങ്കരമായ ദൈവഭക്തിയാണ്. ഞാനിവിടെ അട്ടപ്പാടി സഹീയോൻ ധ്യാന കേന്ദ്രത്തിലുണ്ടായിരുന്ന ഒരു ആത്മായ ശുശ്രൂഷനെ ഓർക്കാണ്. അദ്ദേഹം എപ്പോഴും എല്ലാ ദൈവത്തിൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ വളരെ ആദരപൂർവ്വം കുമ്പിടുന്നു, ഒരുപാട് സമയമെടുത്ത് കുരിശി വരയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ ആ സഹോദരന്റെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഭക്തി. അതുകൊണ്ട് ഇന്ന് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ, കുടപ്രാർത്ഥന ചെല്ലുമ്പോൾ ചുമ്മാ കൈയും കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓരോ വായിക്കോട്ടെ വേണ്ടി നിൽക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ദൈവം ഭക്തി എന്ന് പറയുന്ന സംഗതി നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കാത്തത് കൊണ്ടാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. വീണ്ടും ദൈവം ബൈബിളിൽ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന സംഗതിയാണ് ദൈവ ഭയം. അത് നമ്മൾ വായിക്കുന്നത് ബാറൂക്ക് 3:7 കർത്താവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കും, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിനായി അങ്ങയെക്കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചു. അവൻ നോക്കിയ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ വേണ്ടി ദൈവജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കർത്താവ് നിക്ഷേപിക്കുന്ന സംഗതിയാണ് ഭയം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണവന്മാർ പറയാറുണ്ട്, മക്കളെ ദൈവഭയം കൈവിടരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ദൈവികമായ ഒരു ഭയം ദൈവം തന്നെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന ഒരു സംഗതിയാണ്. നിനക്ക് നീ ദൈവഭയം ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം. അതാ ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾക്ക് നിക്ഷേപമുണ്ടോ? ദൈവം എന്തെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടോ? വീണ്ടും ബൈബിളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന മറ്റൊരു സംഗതിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവവചനം. അതെവിടെ നമ്മൾ വായിക്കുന്നത്? അത് നമ്മൾ വായിക്കുന്നത് ജെറമ്യ പ്രവചനം 31-ാമത്തെ അധ്യായത്തിലാണ്. ജെറമ്യ 31:33 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ ദൈവവചനം അവരുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യും, ഞാൻ എൻ്റെ വചനം അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വചനം നിക്ഷേപിക്കും, ഭക്തി നിക്ഷേപിക്കും, ദൈവഭയം നിക്ഷേപിക്കും, ദൈവം നമ്മുടെ ജീവിതത്തിൽ ആനന്ദം നിക്ഷേപിക്കും. ഇങ്ങനെ ഒരുപാട് സംഗതികൾ ദൈവം നിക്ഷേപിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. എന്നാൽ ഇതുപോലെ തന്നെ സാത്താനും ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ചില സംഗതി നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ എവിടെയാണ് വായിക്കുന്നത്? അത് നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിന് 24-26 തിരുലിഖിതങ്ങൾ. അവിടെ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പനിടെ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല വിത്ത് വിതയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സാത്താൻ വന്ന് ശ്രദ്ധയില്ലാതിരുന്നത് മൂലം കളകൾ വിതച്ചിട്ട് കടന്നു കളഞ്ഞു. അതാണ് 12-ാമത്തെ അധ്യായം 39-ാം തിരുലിഖിതം. വചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്, കളകൾ ദുഷ്ടന്റെ പുത്രന്മാരാണ്, അവ വിതച്ച ശത്രു പിശാചാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വിതയ്ക്കുന്നിടത്ത് വിതയ്ക്കാൻ സാത്താൻ വരും. നീ സാത്താൻ വിതയ്ക്കാൻ അവസരം കൊടുക്കരുതെന്ന് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്. ഇനി ദൈവം വിതയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വിതയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം വിതയ്ക്കുന്നത്. അത് നമ്മൾ വായിക്കുന്നത് 2 തീമോത്തി 2:2
2 തിമോത്തി 2:2 വചനം പഠിപ്പിക്കുന്നു, അനേക സാക്ഷികളെ മുമ്പിൽ വെച്ച് നീയിൽ നിന്ന് കേട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് പകർന്നു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന വചനങ്ങൾ നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അനേകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദൈവം നിനക്ക് നൽകിയിട്ടുള്ള ആനന്ദം നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അനേകർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൽ നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അനേകർക്കും കൂടി കൊടുക്കേണ്ടതാണത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം നിക്ഷേപിച്ചവർക്ക് മാത്രമേ ഇങ്ങനെ കൊടുക്കാൻ കഴിയൂ. ദൈവം നിക്ഷേപിച്ചവർക്ക് മാത്രമേ ഇങ്ങനെ കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് വചനം പഠിപ്പെടുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് മർക്കോസ് 12:44 മർക്കോസ് 12:44 അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ആ ദരിദ്രയായ വിധവ തനിക്കുണ്ടായിരുന്നത് തൻ്റെ ഉപജീവനത്തിലുള്ള മകം മുഴുവൻ നിക്ഷേപിച്ചു. മത്തായി 2:11 കാണുന്നുണ്ട്, ആ ജ്ഞാനികൾ പൂജാരാജാക്കന്മാർ നിക്ഷേപപാത്രങ്ങൾ തുറന്നു കൊടുത്ത് എല്ലാം സമർപ്പിച്ച്. ദൈവം നിക്ഷേപിച്ചവർക്ക് മാത്രമേ പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ സഹോദരങ്ങളെ. എന്നാൽ സാത്താൻ നിക്ഷേപിക്കുന്ന ഉദ്ദേശം എന്താണ്? സാത്താൻ നിക്ഷേപിക്കുന്ന ഉദ്ദേശം യോഹന്നാൻ 10:10 ശത്രു വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടിയിട്ടാണ് സാത്താൻ വിതയ്ക്കുന്നത്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ചില ദുഷ്ടന്മാർ വന്നിട്ട് കളകൾ വിതയ്ക്കാൻ തുടങ്ങുമ്പോൾ നീ ഉദ്ദേശിക്കണം നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് തിരിച്ചറിയണം. അതിനെക്കുറിച്ച് ബൈബിൾ ക്ലിയർ ആയിട്ടൊരു വചനമുണ്ട്. അത് നമ്മൾ വായിക്കേണ്ടത് എഫേസോസ് 4:14 നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യൻ കൗശല പോലും നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളെ കാറ്റിലാടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിക്ഷേപിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങൾ. വിശ്വാസം ദൈവം നിക്ഷേപിക്കും, ആനന്ദം നിക്ഷേപിക്കും. സാത്താൻ നിക്ഷേപിക്കുന്നത് തടയണമേ എന്ന് മാലാഖമാരയക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദാസന്മാരുടെ ഹൃദയങ്ങളിൽ ആനന്ദം നിക്ഷേപിക്കണമേ, ദൈവഭയം നിക്ഷേപിക്കണമേ, ദൈവഭക്തി നിക്ഷേപിക്കണമേ, ദൈവവചനം നിക്ഷേപിക്കണമേ, വചനം നിക്ഷേപിക്കണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വലിയ വലിയ നിക്ഷേപങ്ങൾ ഹൃദയം കൊടുക്കണമേ. ഓ ദൈവമേ, സാത്താൻ വിതയ്ക്കാൻ വരുമ്പോൾ അത് തിരിച്ചറിയാൻ തക്കത് ജാഗ്രതയുള്ളവരാകാൻ കർത്താവ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. മുഖ്യ ദൂതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പോരാടണമേ. ദുഷ്ടനെ തിരിച്ചറിഞ്ഞ് വെട്ടി ഓടിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. നിക്ഷേപകനെ തിരിച്ചറിയുക. ഹല്ലേലൂയ മാറാനാത്ത. Come, Lord Jesus. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഹൃദയവും നമുക്കുള്ളവരെയും നമുക്കുള്ളതിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വചനങ്ങളോടെ വെളിപ്പെടുത്തുന്നുണ്ട്. അവർ കരങ്ങൾ ഉയർത്തി കാരണവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് തൽക്ഷണം അവരുടെ നിലവിളി ശ്രവിക്കുകയും പ്രവാചകൻ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിലവിളികളും കേൾക്കുന്ന ദൈവമാണ് അവിടുന്ന്. തോബിത്തിൻ്റെ സാറായുടെയും കുടുംബം നിലവിളിച്ചപ്പോൾ തൽക്ഷണം നിലവിളി കേട്ട് റഫായേൽ ദൂതനെ അവർക്ക് സഹായത്തിന് വേണ്ടി അയച്ചു. ഇപ്പോൾ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ നെടുവീർപ്പുകളും നൊമ്പരങ്ങളും രോഗങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും ദുരിതങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് ഒരു ദൂതനെ എനിക്ക് വേണ്ടി അയക്കണമേ. ദൈവമേ, ഒരു സഹായത്തിൻ്റെ കരം അവിടുന്ന് എനിക്ക് ഉയർത്തണമേ. അവിടുന്ന് ആശീർവദിച്ച് എനിക്ക് വിടുവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 2 കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് നന്നായി ഉയർത്തിപ്പിടിച്ച് ഹൃദയത്തിൻ്റെ ഓരോ അവസ്ഥകളും സമർപ്പിച്ച് കുടുംബത്തിൻ്റെയും എല്ലാവിധ പ്രശ്നങ്ങളെയും കെട്ടുകളെയും സമർപ്പിച്ച് ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഓ കർത്താവായ യേശുവേ, അവിടുന്ന് ഇപ്പോൾ കരം നീട്ടി ഓരോ ദാസന്മാരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഓ കർത്താവ്, ഇപ്പോൾ കൈകൾ ഉയർത്തി അങ്ങയെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ദാസിദാസന്മാരെയും അവിടുന്ന് വിട്ടുപിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗങ്ങൾ മാറട്ടെ, ചങ്ങലകൾ മാറട്ടെ, തടസ്സങ്ങൾ നീങ്ങട്ടെ. മക്കളില്ലാത്ത കുടുംബങ്ങൾ ഇപ്പോൾ മക്കൾ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ഇപ്പോൾ ജോലിയുടെ മേലെ തടസ്സങ്ങൾ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്തവർക്ക് ഇപ്പോൾ ഭവനങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥലസംബന്ധമായ സ്ഥാപനമായ തടസ്സങ്ങൾ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 യേശു ആരാധന കണ്ണുനീർ കൊതുന്ന ഓരോ ജീവിതങ്ങളെയും കണ്ണുനീരൊപ്പണമെന്ന് പ്രാർത്ഥിക്കുക. സാക്ഷ്യങ്ങൾ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന. ഹല്ലേലൂയ മാറാനാത്ത. Come, Lord Jesus.